السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض، مثل نوره كمشكاة فيها مصباح. صدق الله. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق، ناصر الحق بالحق، الهادي إلى صراطك المستقيم، حق قدره العظيم ومقداره العظيم، وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ സദുദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന വളരെ പ്രസിദ്ധമായ സൂറത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നാണ് ഞാൻ ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ ഒരു ശകലം ഓതി കൽപ്പിച്ചത്. പൂർണ്ണമായി ഓതുന്നു എന്ന് വരുന്നത് കുറച്ചുകൂടി ദീർഘമായതുകൊണ്ട് ഞാൻ അവിടെ മാത്രം നിർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് അല്ലാഹുവിൻ്റെ വെളിച്ചത്തെക്കുറിച്ചാണ്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്. അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചൈതന്യമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ വെളിച്ചമാണ്. ആ പ്രാപഞ്ചികമായ വെളിച്ചത്തെ, അല്ലാഹുവിൻ്റെ അത്ഭുതകരമായ അതിൻ്റെ ജീവസ്സായ വെളിച്ചത്തെ കിട്ടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബന്ധിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം, സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ഗേഹമാകേണ്ട മസ്ജിദുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാഹു പറയുന്നത്, ആ പ്രകാശത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു വയുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. അല്ലാഹുവിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ട് ആ വെളിച്ചം അതിൻ്റെ പ്രഭവകേന്ദ്രമായി പടച്ച റബ്ബ് പറയുന്നത് മസ്ജിദുകളാണ്. ഫീ ബുയൂത്തിൻ, ചില ഗേഹങ്ങൾ, അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹ്, അല്ലാഹുവിൻ്റെ വിശുദ്ധനാമത്തെക്കുറിച്ച് പ്രകീർത്തിക്കപ്പെടുകയും അല്ലാഹുവിൻ്റെ വിശുദ്ധനാമത്തെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതായ മസ്ജിദുകൾ. അവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുവെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. സംസ്കൃത ചിത്തരായ ഒരു വിഭാഗം ആളുകൾ. മറ്റൊരു ആയത്തിൽ കൂടിയും അല്ലാഹു പറഞ്ഞു, അവിടെ ഫീഹി റിജാലുൻ യുഹിബ്ബൂന യതതഹറു, സ്വയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നാണ്. അപ്പോൾ ഒരു മസ്ജിദ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ആയത്തുകളുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നത്. മസ്ജിദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ആത്മീയമായ ശോഭയാണ്, അതിൻ്റെ ആത്മീയമായ ഉള്ളടക്കമാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളികളൊക്കെ ഗംഭീരമാകും, പക്ഷേ പള്ളികൾക്ക് പോലും ആത്മീയമായ അർത്ഥത്തിലുള്ള ഒരു ഭാവം, അതിൻ്റെ തേജസ് ഉണ്ടാവാതെ പോകും എന്നാണ്. മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബും മിനൽ ഹുദാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസാജിദുഹും ആമിറ, അവസാന കാലം വരുമ്പോൾ ഉള്ള പള്ളികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നബി തിരുമേനി പറഞ്ഞത്, അവരുടെ പള്ളികൾ വളരെ മനോഹരമായി അലങ്കൃതമാകും, ദീപാലങ്കൃതമായിരിക്കും,
ഗംഭീരമായിരിക്കും, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ടാക്കിയതാണെന്ന് വീമ്പ് പറയാൻ പറ്റിയതാകും. പക്ഷേ ഫഹിയ ഖറാബും മിനൽ ഹുദാ, പക്ഷേ അത് വെളിച്ചം കിട്ടേണ്ട, അതായത് അവിടെ നിന്ന് കിട്ടേണ്ട വെളിച്ചം അവിടെ നിന്ന് കിട്ടാതെ പോകുന്നൊരവസ്ഥ സംജാതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവസാന കാലം വരുന്നത് തന്നെയും ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാൾ വരില്ല, ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്, പള്ളികളെക്കുറിച്ച് വലിയ വലിപ്പം പറയാൻ തുടങ്ങുന്ന, അങ്ങനെ എൻ്റെ പള്ളി, ഞങ്ങളുടെ പള്ളി നിങ്ങളുടെ പള്ളിയേക്കാൾ വലുതാണ് എന്ന് പറയാൻ തുടങ്ങുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ വരില്ല. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നായി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് അതാണ്. അതുകൊണ്ടാണ് അനിവാര്യമായി പള്ളി എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃതമായ സംവിധാനമാക്കി പഠിപ്പിച്ചു തന്നയാളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പള്ളി മദീനയിലുണ്ടായി. ആ 2 പള്ളിയും നിർമ്മിച്ചത് നബി തിരുമേനിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു പള്ളി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുൻ നബവിയാണ്, നബി തിരുമേനിയുടെ പള്ളിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് അതുപോലെ തന്നെ നിർമ്മിതമായിട്ടുള്ള മസ്ജിദ് ഖുബാ ആണ്. മസ്ജിദ് ഖുബായിലേക്ക് നിങ്ങൾ ശനിയാഴ്ച ദിവസം യാത്ര ചെയ്തു പോയി അവിടെ നമസ്കരിച്ചാൽ നിങ്ങൾക്കൊരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മറ്റൊരു പള്ളി അവിടെ ഉണ്ടായി. ആ പള്ളിയെക്കുറിച്ചും ഖുർആൻ പറഞ്ഞു. ആ പള്ളിയുടെ പ്രത്യേകത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അത് മസ്ജിദുൽ ളിറാറാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനും പള്ളി ഉണ്ടാകും എന്നാണ് അതിനർത്ഥം. എല്ലാ പള്ളിയും അവിടെ തന്നെ ഉണ്ടായി എന്നർത്ഥം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ സ്ഥാപിതമായ പള്ളി എന്ന്. അതുപോലെ തഖ്വയിൽ സ്ഥാപിക്കപ്പെടാതെ കുഴപ്പങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന്. 2 പള്ളികൾ, 2 രീതികൾ. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ വൽയഹ്ലിഫുന്ന ഇൻ അർദിനാ ഇല്ലൽ ഹുസ്ന വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ ലാ തഖും ഫീഹി അബദൻ എന്ന്. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ എന്നാണ്. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പള്ളി. എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? ആ പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിൽ കുഴപ്പങ്ങൾ, അതായത് അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ രൂപീകരിക്കാൻ. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ, അള്ളാഹുവും അവൻ്റെ റസൂലും അവരോട് യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക നിരീക്ഷണം നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, അതായത് ശത്രുവിന് വരെ അവിടെ ചെന്ന് നിരീക്ഷണം നടത്തി സത്യവിശ്വാസികൾക്കു നേരെ അത്തരമൊരു ശാസ്ത്രവും നിർമ്മിച്ചുണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി. എന്നിട്ട് അവർ പറയുന്നതോ ലയഹ്ലിഫുന്ന ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നിർബന്ധമായും നന്മയല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്യും എന്നാണ് ഖുർആൻ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണ്, നുണ പറയുകയാണ്. ഞാൻ ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുന്നതിൻ്റെ പ്രധാന കാരണം മസ്ജിദുകളിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന് വിശദീകരിക്കുന്നിടത്തൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അതിൻ്റെ ആത്മാവാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ സ്ഥാപിതമായ പള്ളി. മറ്റേ പള്ളിയിൽ പോയി നിൽക്കരുത്, നമസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖും ഫീഹി അബദൻ, അവിടെ പോയി അങ്ങ് നമസ്കരിക്കരുത്. അവിടെ നമസ്കാരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടണം എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്ന നേരത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ലാ തഖും ഫീഹി അബദൻ, അവിടെ ഒരിക്കലും നമസ്കരിക്കരുത്. അങ്ങനെ ഉദ്ദേശിതമായൊരു പള്ളിയിൽ നമസ്കരിക്കരുത്. കാരണം അവിടെ അതിൻ്റെ ഉള്ളടക്കത്തിന് ആത്മാവ് ഉണ്ടാവൂല എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. അപ്പം എന്താണ് ഈ ആത്മാവ്? ആത്മാവ് നമസ്കാരമാണ്. ആത്മാവ് സംസ്കാരമാണ്. രണ്ടും അതിൽ പ്രധാനമാണ്. സംസ്കാരവും നമസ്കാരവും രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നവന് രക്ഷ എന്ന് പറയുന്നതിനേക്കാളും നന്നായി അള്ളാഹു പറഞ്ഞത് സംസ്കൃതനായ മനുഷ്യന് രക്ഷ എന്നാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഈ ആയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ
സംസ്കാരം സിദ്ധിച്ചവൻ രക്ഷപ്പെട്ടു. ഒരാൾക്ക് സംസ്കാരമല്ലേ, പിന്നെന്ത് നമസ്കാരം? നമസ്കാരം വെറുതെയാകുന്നു എന്ന് പറഞ്ഞതും ഖുർആൻ തന്നെയാണ്. നമസ്കാരം വെറുതെയാണ്. ഏതാ നമസ്കാരം? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിച്ചവന് നാശം. എന്തേന് കാരണം? അതിൻ്റെ ഉള്ളടക്കത്തിൽ ഹൃദയപരതയില്ലാതെ പോകുന്നു, അതിൻ്റെ ഉള്ളടക്കത്തിൽ തഖ്വയില്ലാതെ പോകുന്നു, അതിൻ്റെ ഉള്ളടക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാതെ പോകുന്നു. ആ നമസ്കാരം ബാഹ്യ ചേഷ്ടയായി മാത്രം നിൽക്കുന്നു എന്നാണ് ഖുർആൻ. അത് ബാഹ്യ ചേഷ്ടയാണ്. ഒരാൾ നമസ്കരിക്കണ കാണുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉള്ളിലില്ലാത്ത നമസ്കാരമാണ്, അതുകൊണ്ടാണ് അയാൾക്ക് അച്ചടക്കമില്ലാതെ പോയതെന്നാണ്. നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ചില ആളുകളൊക്കെ സാധാരണ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കുറേ നേരം അവിടെ ഇടക്കിട്ട് മാന്തി, കുറേ നേരം വേറെന്തൊക്കെയോ ചെയ്ത് അതിനിടയ്ക്ക് എങ്ങോട്ടൊക്കെയോ നോക്കി അങ്ങനെ നമസ്കരിക്കുന്ന സഹോദരന്മാരെ കാണാറുണ്ട്. ഹൃദയപരതയില്ലാത്ത നമസ്കാരം, ഹൃദയ സാന്നിധ്യമില്ലാത്ത നമസ്കാരം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് തങ്ങൾ പറയുന്നുണ്ട്, ഹൃദയ സാന്നിധ്യം ആദ്യം ഉണ്ടാകണം. എല്ലാ ഫുഖഹാക്കളും പറയുന്നുണ്ട് ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. നമസ്കാരത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? ഞാനൊരു മഹാനാകുന്ന രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദർബാറിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ കൈകെട്ടുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഒരാൾ നമസ്കരിച്ചാൽ അപ്പോഴാണ് അവന് നമസ്കാരത്തിൻ്റെ ഹൃദയപരത ഉണ്ടാകുന്നത് എന്നാണ് ഫുഖഹാക്കൾ വിശദീകരിച്ചത്. അപ്പോഴാണ്. ഈ മാസം അത് പറയേണ്ട ഒരു ദിവസവും കൂടി ആയതുകൊണ്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. നമസ്കാരം ഹൃദയപരമാകുമ്പോൾ സംസ്കാരം സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഖുർആൻ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മേൽവിലാസം എന്ന് പറഞ്ഞു വച്ചതും അതാണ്. അള്ളാഹു പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം തടയുക തന്നെ ചെയ്യും എന്നാണ്. നമസ്കാരം തടയും. എന്തിനാ തടയേണ്ടത്? തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തരത്തിലുള്ള മോശമായ വർത്തമാനമായാലും മോശമായ രീതിയായാലും എല്ലാത്തിനെയും തടയും. ഒരാൾ എന്താണ് എന്നത് അയാളുടെ സംസ്കാരത്തിൻ്റെ ഭാവത്തെ, അയാളുടെ ആന്തരികമായ ഉൾവെളിച്ചത്തെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അയാളുടെ ബാഹ്യമായ വ്യക്തിത്വത്തിൻ്റെ കൂടി ഒരു രൂപീകരണത്തിൽ നിന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾ വളരെ മോശം വർത്താനം പറയണ്ടോ? അതിൻ്റെ അർത്ഥം അയാളുടെ ഉള്ളു ആ തലക്ക് പോയിട്ടുണ്ട് എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമസ്കാരത്തിൻ്റെ ആന്തരിക ഭാവം എന്തായിരിക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, അത് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കലാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കലാണ്. അങ്ങനെ നിലനിൽക്കാൻ പള്ളിയുമായി വലിയൊരു ബന്ധം അള്ളാഹു സ്ഥാപിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു ആകാശഭൂമികളുടെ ചൈതന്യമാകുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബ് അതിനെ ബന്ധിപ്പിച്ചതാണ് ഫീ ബുയൂത്തിൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം അവൻ്റെ നാമത്തെ ഉയർത്തപ്പെടാനും അവൻ്റെ നാമത്തെ പ്രകീർത്തിക്കപ്പെടാനും പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള ചില മസ്ജിദുകൾ, പള്ളികൾ, അവിടെയാണ് അള്ളാഹുവിൻ്റെ വെളിച്ചം, അള്ളാഹുവിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രഭവകേന്ദ്രം എന്ന് അള്ളാഹു പറഞ്ഞു. അത് മദീനയിൽ സ്ഥാപിതമായപ്പോഴാണ് മദീന വെളിച്ചത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സായി മാറിയത്. എല്ലാ സംസ്കാരവും അവിടെ നിന്ന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഇമാമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന സമുദ്ധാരകനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നീതിമാനായ ഭരണാധികാരിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലയിലും മദീനയിലെ പള്ളി തന്നെ അത് ആവിഷ്കരിച്ചു കാണിച്ചു തന്നു. അവിടേക്ക് വന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റസൂലിൻ്റെ എല്ലാ മാതൃകയും അവിടെ നിന്ന് കിട്ടി. മദീന പള്ളി പ്രകാശത്തിൻ്റെ, ചൈതന്യത്തിൻ്റെ പ്രഭവകേന്ദ്രമായി തന്നെ നിലകൊണ്ടു. മദീന പള്ളിയുടെ ഉള്ളു തിരിച്ചറിഞ്ഞവർക്ക് മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ആ ഉള്ളുണ്ടായിരുന്നു എന്നതുകൊണ്ട് ലോകമാകെ ആ പ്രകാശം പ്രസരിക്കുകയും പ്രചരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാന ധർമ്മം നീതിയും തഖ്വയുമാകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ സ്ഥാപിതമായ പള്ളി. മസ്ജിദുൻ നബവി സ്ഥാപിതമാകുന്നത് തഖ്വയിലാണ്. അത് ഗാംഭീര്യമുള്ളതായിരുന്നില്ല, അത് തഖ്വ കൊണ്ട് അധിഷ്ഠിതമായിരുന്നു. മറ്റെന്തിനേക്കാളും അത് വലുതായി നിന്നത് ആ ഒറ്റ കാരണത്താലാണ്. അത് നമസ്കാരത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമസ്കാരം എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഏതു സമയത്തും നമസ്കാരത്തെ നിർബന്ധമാക്കി കൽപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ ചെയ്തത് എന്നത് മാത്രമല്ല, ആ നമസ്കാരം നമുക്ക് ബോധമുള്ള സമയങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതൊരു മുസ്ലിമിന്
അവൻ്റെ പ്രായപൂർത്തി എത്തിയ ഒരവസ്ഥയിൽ ഒരിക്കലും അവന്, അതായത് പിന്നെ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സന്ദർഭങ്ങൾ ഒഴിച്ചാൽ മറ്റൊരു സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അയാളുടെ ബോധം നിലനിൽക്കുവോളം ഒരാൾ കൈകാൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കാൻ, എന്നാൽ പോലും അയാൾ നമസ്കരിച്ചേ പറ്റൂ. അയാൾ കൈകാൽ ബന്ധിതനാണ്, തടവറയിലാണ്. അയാളുടെ മലമൂത്ര വിസർജനത്തിന് പോലും സാധ്യമാകാത്ത, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ശുദ്ധീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കിടക്കാൻ, പക്ഷേ അയാൾ കൃത്യബോധമുള്ളവനാണ്. എന്നാൽ അയാൾ നമസ്കരിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നജസിലും ഒളു ഇല്ലാതെയും ഒളു ഇല്ലെങ്കിലും നജസാണെങ്കിലും അപ്പോൾ അവൻ്റെ സമയത്തെ ആ അർത്ഥത്തിൽ മാനിച്ചേ പറ്റൂ എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളിയെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണെന്ന ചോദ്യം ചോദിക്കുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഒരാൾ ഇങ്ങനെയും അക്രമിയാകും. ഏതെന്നോ, അവൻ പള്ളിയെ ശൂന്യമാക്കിയിട്ടുകൊണ്ടും അക്രമിയാകും. പള്ളിയെ ശൂന്യമാക്കുക. എന്താ പള്ളിയെ ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ? പള്ളിയെ ശൂന്യമാക്കുന്നത് പള്ളിയെ സജീവമാക്കാതെ പോകുന്നവർ. പള്ളിയെ സജീവമാക്കാതെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബുകൾ അവർക്ക് ഇറങ്ങും എന്ന് തന്നെയാണ്. അതാണല്ലോ പള്ളി കേന്ദ്രീകൃതമായി നിൽക്കുന്ന, മസ്ജിദ് കേന്ദ്രീകൃതമായി നിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അള്ളാഹു അദാബ് ഇറക്കൂല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വ ഇസ്സത്തി വ ജലാലി, എൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ തന്നെ സത്യം. ഇന്നി ലഅഹുമ്മു അലാ അഹ്ലിൽ അർളി അദാബൻ, ഭൂമിയിൽ അദാബ് ഇറക്കാൻ ഞാൻ ആലോചിച്ചു. അള്ളാഹു പറയുന്നു എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു ഖുദ്സിയായ ഹദീസാണ്. ഞാൻ ഭൂമിയിൽ ഒരു അദാബ് ഇറക്കാൻ വേണ്ടി ആലോചിച്ചു. അപ്പോഴോ ഫലമ്മാ നളർതു ഇലാ ഉമ്മാരി മസാജിദി, എൻ്റെ പള്ളിയുടെ പരിപാലകരായ ഒരു പറ്റം ആളുകളെ ഞാൻ കണ്ടു. ഏതായി പള്ളിയുടെ പരിപാലകർ? പള്ളിയിൽ നമസ്കരിക്കുന്നവർ. പള്ളിയുടെ പരിപാലകർ എന്ന് പറഞ്ഞാൽ പള്ളിയെ ഭരിക്കുന്നവരെന്ന അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, വലിയ ഭാരവാഹികൾ എന്നാണ്. അങ്ങനെയല്ല. പള്ളിയുടെ പരിപാലകർ എന്ന് പറയുന്നിടത്ത് പള്ളി, മുസ്ലിം സമൂഹം, സംസ്കാരം എന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പോലും ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മസ്ജിദുകളെ സജീവമാക്കുകയും നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരാൾ മുസ്ലിം ഉമ്മത്തിനെ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നവനാണെന്നാണ്. കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നവനാണ്. അല്ലെങ്കിലോ കമ്മ്യൂണിറ്റിയോട് അവൻ കാണിക്കുന്നത് അതിക്രമമാകുന്നു എന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നു കാണാം. അതായത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഞാനിതിങ്ങനെ പറയുമ്പോൾ മനസ്സിലിങ്ങനെ ആലോചിച്ചു പോകാൻ, എന്തുകൊണ്ടാണ് മസ്ജിദുകൾ തകർക്കപ്പെടുന്നതെന്നുള്ള ചിന്തയിൽ അവനവന് നടത്തേണ്ട ഒരു ആത്മപരിശോധനയുടെ ഉള്ളടക്കവും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സുബഹിയും നമസ്കരിക്കപ്പെടാതെ പോയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ വേദനയുടെ ഉള്ളടക്കത്തിൽ നിന്ന്, അവിടെ മറ്റൊരു തരത്തിലൊരു ക്ഷേത്രം പണിയപ്പെടുന്നതിൻ്റെ വേദനയുടെ കരും നോവിൽ നിന്ന് ഞാനൊരു കാര്യവും കൂടി പറയാം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇങ്ങനെയും കൂടി ഒരു ആത്മീയ പരിശോധന നടക്കേണ്ടതുണ്ട്. മറ്റു ഭാഗങ്ങൾ പ്രധാനമല്ലാത്തത് കൊണ്ടല്ല, അതിൻ്റെ രാഷ്ട്രീയം പ്രധാനമല്ലാത്തത് കൊണ്ടല്ല, അതുണ്ടാക്കിയെടുത്ത വെറുപ്പുൽപാദനം പ്രധാനമല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയും കൂടി ഒരു ആത്മപരിശോധന നടക്കേണ്ടതുണ്ട്. എൻ്റെ പള്ളി എന്ന് നെഞ്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അതത് പ്രദേശങ്ങളിലെ സമൂഹങ്ങൾ അത് നമസ്കാരത്തിനും ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ അഭ്യുന്നതിക്കും സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാക്കിയ ആ പള്ളിയെ മാറ്റിയിരുന്നുവോ? ആ ചോദ്യം ഇനിയെങ്കിലും നാം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. അതിൻ്റെ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് പറയാണെന്ന് വിചാരിക്കല്ല. അതിന് ഭീകരമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് പറയാം. പക്ഷേ ഇനിയെങ്കിലും നാം ഒരു കാര്യവും കൂടി ആലോചിക്കണം. ഇതിൻ്റെ ഒരു ആത്മാവ് നമ്മൾ ചോർത്തിക്കളഞ്ഞിരുന്നോ? കളഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. പലപ്പോഴും പറവകൾക്ക് അവരുടെ പിന്നെ വിസർജ്യ പ്രദേശമാക്കി മാറ്റാവുന്നൊരവസ്ഥയിലേക്ക് പോലും മസ്ജിദുകൾ മാറിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ടാകുമ്പോൾ അള്ളാഹു പറയുന്നു, അങ്ങനെ വന്നാൽ അദാബ് ഇറങ്ങുക തന്നെ ചെയ്യും. ഏതാ അദാബ്? നിന്ദ്യത ഒരു അദാബാണ്, അപമാനിക്കപ്പെടലൊരു അദാബാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ കൂടി ചർച്ച ചെയ്തു. അതായത് ഒരാൾ നമസ്കരിച്ചിട്ടില്ല എന്ന് വന്നാൽ അയാൾ നമസ്കാരത്തെ ഖളാ വീട്ടൽ മരണത്തിൻ്റെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പാണ്. വയസ്തഇദ്ദ, അയാൾ തയ്യാറെടുക്കണം എന്ന് പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്തിനു തയ്യാറെടുക്കണം?
അയാൾ തൗബ ചെയ്യണം, അയാൾ വേഗം ജീവിതത്തെ അങ്ങനെ മാറ്റണം എന്ന് പറയുന്നിടത്ത് വിശദമായി പറയുമ്പോൾ വറദ്ദിൽ മലാലിം, മറ്റൊരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ കടം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അയാൾ അപമാനിക്കുകയോ ഒക്കെ ചെയ്താൽ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട, തൻ്റെ സുഹൃത്തിനെ അങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിശദീകരിക്കുമ്പോൾ അവിടെ അക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. പ്രധാനമായ മറ്റൊന്നുകൂടിയാണ് വനഹ്വ ഖലാഇ സ്വലാത്തി, നമസ്കാരം ഖലാ വിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, എന്താ നമസ്കാരം ഖലാ വിട്ടുന്നതും റദ്ദുൽ മലാലിമും തമ്മിലുള്ള ബന്ധം? ഒരാളെ ആക്രമിച്ചാൽ അയാളെ പോയി പൊരുത്തപ്പെടിക്കുക എന്നുള്ളതാണ് റദ്ദുൽ മലാലിം, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റദ്ദുൽ മലാലിം. അതുമായി എന്ത് ബന്ധമാണ് നമസ്കാരം ഖലാ വിട്ടുന്നതിനുള്ളത്? അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ഒന്നുണ്ട്, വഖദ് സറഹ സുബ്കിയു ബി അന്ന താരിഖഹ ളാലിമുൻ ലി ജമീഇൽ മുസ്ലിമീൻ. വഖദ് സറഹൽ വസ്സുബ്കിയു, ഇമാം സുബ്കി എന്ന മഹാനായ പണ്ഡിതൻ പറയുന്നു, ബി അന്ന താരിഖഹ ളാലിമുൻ ലി ജമീഇൽ മുസ്ലിമീൻ, മുഴുവൻ മുസ്ലിങ്ങളോടും യഥാർത്ഥത്തിൽ നമസ്കാരം ഉപേക്ഷിച്ചവൻ അക്രമം ചെയ്തിരിക്കുന്നു എന്നാണ്. മുഴുവൻ മുസ്ലിങ്ങളോടും ബി അന്ന താരിഖഹ ളാലിമുൻ ലി ജമീഇൽ മുസ്ലിമീൻ, സത്യവിശ്വാസികളോട് മുഴുക്കെ അയാൾ അക്രമം കാണിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഈ ആത്മചൈതന്യത്തിൻ്റെ പ്രഭവകേന്ദ്രത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയിൽ നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമാറത്തിനെ, പരിപാലനത്തെ അയാൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ഒരു വലിയ അക്രമിയാകുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ ഈ ഒരു ചർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. റജബ് ഒരു സമ്മാനം തന്ന മാസാണ്. പടച്ചവനോട് അടുക്കാൻ, സുജൂദ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത പരിശുദ്ധമായൊരു മാസത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമസ്കാരം ഒരു സമ്മാനാക്കി അള്ളാഹു തന്നതാണ്, ഒരു ബാധ്യതയല്ല, സമ്മാനാണ്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ മിഅ്റാജാണ് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിനർത്ഥം നമസ്കാരം അത്രമേൽ വലിയ ഉപഹാരമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു സുജൂദ്, അള്ളാഹുവിൻ്റെ ദർബാറിൽ ചെന്ന് നിൽക്കുന്ന ഒരു സുജൂദാകാൻ. ഒരു സുജൂദ് ചെയ്യുമ്പോൾ നാം സ്വയം അലിഞ്ഞു ചേരണം. എന്താ അലിഞ്ഞു ചേരൽ? എൻ്റെ നാഥൻ്റെ, അവൻ്റെ ദർബാറിലാണ് എൻ്റെ സുജൂദിൻ്റെ നെറ്റിത്തടം. ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണ്ണ അഹങ്കാരങ്ങളെയും ഞാനിതാ എൻ്റെ നെറ്റിത്തടം വച്ചുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ ആധിപത്യത്തിൻ്റെയും അവൻ്റെ അധികാരത്തിൻ്റെയും കാൽച്ചുവട്ടിൽ ഞാൻ തളർന്നു വീണു കിടക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ഉയർന്നു വരേണ്ട ഒന്നാണ് മിഅ്റാജ് എന്ന് പഠിപ്പിച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിപ്പിച്ചു. അതിനാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ മിഅ്റാജാണ് നമസ്കാരം. റസൂലുള്ള നടത്തിയ മിഅ്റാജ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയാണോന്ന്. അങ്ങനെയാണെന്ന് മാത്രമല്ല, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത പോലും അതാണ്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നേരെ അള്ളാഹുവിലേക്ക് ചേരുന്ന ഒരു മനോഭാവത്തിലാണ് നമസ്കാരത്തെ അള്ളാഹു ക്രമീകരിച്ചത് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അതുവരെയുള്ളത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ ഒരു പുറത്തു നിന്ന് മറ്റൊരാളെ പ്രകീർത്തിക്കുന്നത് പോലെയാണ് അവിടെ പ്രകീർത്തനം നടക്കുന്നത്. അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോകങ്ങളുടെയും സംരക്ഷകനാകുന്ന അള്ളാഹുവിനാണ് സർവ്വസ്തോത്രങ്ങളും. അവൻ കാരുണ്യവാനാണ്, കരുണാവാരിധിയാണ്, പരമകാരുണികനാണ്. അവൻ അന്ത്യനാളിൻ്റെ വിധികർത്താവായ അതിൻ്റെ ഉടമസ്ഥനാണ്. എല്ലാം പറഞ്ഞു പോകാൻ. എന്നിട്ട് പക്ഷേ പിന്നെ പറയുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പരിശുദ്ധ പാന്താവിലേക്ക് വഴി നടത്തേണമേ എന്നാണ്. അതുവരെ അള്ളാഹുവിനെ ഒരർത്ഥത്തിൽ നിന്ന്, ഒരു അഭാവ പ്രത്യയം എന്ന് പറയാവുന്ന തരത്തിൽ നിന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും നിന്ന ആ വിശ്വാസി നേരെ അള്ളാഹുവിനോട് സമീപിക്കുന്ന പോലെയാവുകയാണ് എന്നാണ്. അവിടെ നമ്മൾ ആലോചിച്ചു പോകേണ്ടത് അതൊരു മിഅ്റാജാണ്. അത് നബി തിരുമേനി നടത്തിയതുപോലെ ഒരു മിഅ്റാജാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ മിഅ്റാജാണ് നമസ്കാരം. ആ മിഅ്റാജ് നടത്തപ്പെട്ട ഒരു രാത്രിയെ ഓർക്കാൻ ഈ പരിശുദ്ധമായ മാസം ചെലവഴിക്കുമ്പോൾ
ആ നമസ്കാരത്തിൻ്റെ പ്രകാശം കൊണ്ട് പൂർണ്ണമാകേണ്ടതും പൂരിതമാകേണ്ടതുമായ ഒരു സ്ഥലം അള്ളാഹുവിൻ്റെ മസ്ജിദുകളാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിടെ സംസ്കാരമുള്ള മനുഷ്യരുണ്ടാകും എന്നാണ്, നല്ല സംസ്കാരമുള്ള മനുഷ്യർ. ഇന്ന് അത് നഷ്ടപ്പെടാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം നിർവഹിക്കപ്പെടാതെ പോകുന്ന, സംസ്കാരം ഇല്ലാതെ പോകുന്ന അത്തരം മസ്ജിദുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അവരുടെ പള്ളികൾക്ക് ഫഹിയ ഖറാബും മിനൽ ഹുദാ, അവർക്ക് വെളിച്ചമുണ്ടാവാതെ പോകും. ഏത് വെളിച്ചം? ആത്മചൈതന്യത്തിൻ്റെ വെളിച്ചം, ആത്മീയതയുടെ വെളിച്ചം. ഇത് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ എല്ലാം അങ്ങനെ ആയിരിക്കുന്നു എന്നാണ്, എല്ലാം അങ്ങനെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു മസ്ജിദ് പണിയേണ്ടത് എവിടെയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, എന്തിന് ഇസ്ലാമിൻ്റെ ഭരണാധികാരികളായിരുന്ന ഖുലഫാ ഉർ റാഷിദീൻ, അവരൊക്കെ ശരിക്കു പറഞ്ഞാൽ അവർ ചെയ്തിരുന്ന ഒരു പരിപാടി, ഒരു മസ്ജിദ് പോലും അനീതി കൊണ്ട് സ്ഥാപിതമാകരുത് എന്ന് പഠിപ്പിച്ചവരാണ്. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് ഈജിപ്തിൽ ഒരു പള്ളി, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണറായിരിക്കെ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടൊരു തർക്കം വന്നു. ഒരു ജൂതവൃദ്ധ വന്നിട്ട് പറഞ്ഞു, അതെൻ്റെ സ്ഥലമായിരുന്നു, കുറേ കൂടി പ്രലോഭനവും കുറച്ചുകൂടി എന്നെ ബലമായും എൻ്റെ സ്ഥലം ഇസ്ലാമിൻ്റെ ഗവർണർ വാങ്ങിയെടുത്തിട്ടാണ് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ പോകുന്നത് എന്ന പരാതി ഇസ്ലാമിൻ്റെ മഹാനായ അതിൻ്റെ നായകൻ്റെ മുമ്പിൽ, അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിലെത്തി. ആ പരാതി ഏകദേശം നീതിവത്തായ പരാതിയാണ്, അതിൽ സത്യസന്ധമായൊരു ഉള്ളടക്കമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ഥലം ആ സ്ത്രീക്ക് തന്നെ തിരിച്ചു കൊടുത്തേ പറ്റൂ, അവിടെ പള്ളി പണിയരുത് എന്ന് പറഞ്ഞു സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ പള്ളി പണിയരുത്. എന്താ കാര്യം? അവിടെ പള്ളി പണിയുന്നത് ധാർമ്മികതക്കെതിരാണ്. ഒരു കുഴപ്പമുണ്ടാക്കുന്നതിനെ പോലും അങ്ങനെ കണ്ടു. ഞാൻ പല ആവർത്തി പറഞ്ഞതാണെങ്കിലും പറയാം, ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുമ്പിൽ, അതായത് ഇന്നത്തെ പലസ്തീനിൽ ബത്ലഹേമിൽ മഹാനായ സയ്യിദുന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന അവിടെ തന്നെയാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചെന്നു നിൽക്കുമ്പോൾ കൈകളിലേക്ക് താക്കോൽ കൊടുക്കപ്പെടുകയാണ്, ബൈത്തുൽ മഖ്ദസിൻ്റെ താക്കോൽ. ആ സമയത്തുള്ള ചർച്ചക്കിടയിൽ നമസ്കാരത്തിൻ്റെ സമയം വന്നപ്പോഴാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇവിടെ നമസ്കരിച്ചോളൂ എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെ നമസ്കരിക്കുന്നതിന് എനിക്ക് വ്യക്തിപരമായ വിരോധമില്ല, പക്ഷേ ഞാനിവിടെ നമസ്കരിച്ചാൽ ഒരു പക്ഷേ നാളെ എൻ്റെ സമൂഹങ്ങൾ, എൻ്റെ ജനതയുടെ തലമുറകൾ നാളെ എങ്ങാനും ഫാറൂഖ് നമസ്കരിച്ചതാണ് ഈ ഭാഗം, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുന്ന ഒരു അപകടകരമായൊരു വർഗീയത ഉരുത്തിരിഞ്ഞു വന്നാൽ അത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നാളെ കണക്ക് പറയേണ്ടതായി മാറും എന്ന് പറഞ്ഞയാളാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ധാർമ്മികത. ഈ ധാർമ്മികത എല്ലാവർക്കും വേണം, എല്ലാ സമൂഹങ്ങൾക്കും വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഹിന്ദു ധാർമ്മികതയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ശങ്കരാചാര്യന്മാർ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നിടത്തേക്ക് പോകൂല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടെന്നാൽ അതിനൊരു ധാർമ്മികത ഉണ്ടാവണം, അതിനൊരു ധാർമ്മികത ഉണ്ടാവണം. രാമൻ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, രാമനൊരു ചരിത്ര പുരുഷനൊന്നുമില്ല. ആണെന്ന് പറയാൻ പറ്റിയ ഒരു തെളിവും ലോകത്തൊരാൾക്കും ഹാജരാക്കാനും കഴിയില്ല. ഞാൻ സകല ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ പറയാൻ, പക്ഷെ രാമൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കഥാപാത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ ഒരു വലിയ ജനവിഭാഗം അതിന് ആത്മീയമായി കണ്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്ന നേരത്തും ഹേ രാം എന്ന് വിളിച്ചു എന്ന് നാം നിരന്തരം കേൾക്കുന്നത്. പക്ഷേ അപ്പോഴും ആ രാമനെ അവതരിപ്പിച്ച വാൽമീകി ചെയ്ത പണി എന്താ? ആ രാമനെ അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു കാരുണ്യം, സ്നേഹം, ധാർമ്മികത. ഇന്ന് ക്രൗദ്ധനായ ഒരു രാമനെ അവതരിപ്പിച്ചുകൊണ്ടൊരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന നിർവഹണ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ തീരുമാനിച്ച അന്നത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനൊരു കാര്യത്തിന് പോകുന്നു എന്ന് വന്നപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ ആത്മാവിനെ നോവിക്കരുത് എന്നാണ്. ഇന്നങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയുന്നവർക്കൊക്കെ വേറെന്തൊക്കെയോ മുദ്ര കുത്തപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വരാൻ. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജി ജവഹർലാലിന് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു. ജവഹർലാൽ അത്ര വലിയ വിശ്വാസിയൊന്നായിരുന്നു. പക്ഷേ ജവഹർലാൽ ഒരു കാര്യം പറഞ്ഞു, പള്ളിയായാലും ക്ഷേത്രമായാലും ചർച്ചായാലും പണിയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, അതിന് ആത്മാവുണ്ടാകണം എന്ന് പറഞ്ഞ ആളാണ് ജവഹർലാൽ. Thousands of temples and mosques and cathedrals continue to be built, but they lack the spirit that made them live in the Middle Ages.
There is little differences between them and the commercial offices which are so representative of our age എന്ന് നെഹ്റു പറയുന്നുണ്ട്. പതിനായിരക്കണക്കിന് മസ്ജിദുകളും 10,000-കണക്കിന് ചർച്ചുകളും 10,000-കണക്കിന് ക്ഷേത്രങ്ങളും നിരന്തരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ബട്ട് ദേ ലാക്ക് ദ സ്പിരിറ്റ് ദാറ്റ് മെയ്ഡ് ദം ലിവ്. അവയെ ജീവിപ്പിക്കുന്ന അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അതൊരു രാഷ്ട്രീയമായി മാറിപ്പോയി. ഇന്നത് കേവല നിർമ്മിതിയുടെ ഉള്ളടക്കത്തിൽ അതൊരു കെട്ടിടമായി നിൽക്കുന്നു. ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ, എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മസ്ജിദുകൾ പോലും കെട്ടിടമാകരുത് എന്നതുപോലെ തന്നെയാണത്. മസ്ജിദുകൾ പോലും കെട്ടിടമാകരുത്. എന്താണ് ഈ കെട്ടിടം? കേവലം കെട്ടിടം, ആത്മാവില്ലാതെ പോകുന്ന കെട്ടിടം. ആ കെട്ടിടം പലപ്പോഴും അധാർമികത വളർത്തുന്ന ഒരു കേന്ദ്രമായി മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ത്യയിൽ വാത്മീകി അവതരിപ്പിച്ച രാമൻ്റെ ഒരു പ്രത്യേകത, വേടൻ അമ്പെയ്തിടുന്ന നേരത്ത് പോലും നിനക്ക് ശാപം കാരണം നീ ചെയ്തത് ഒരു കൊടും കൊല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചതാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ. നീ എല്ലാ കാലത്തും അഭിശപ്തനായി ശപിക്കപ്പെട്ടവനായി പോകട്ടെ, മറ്റൊന്നും കൊണ്ടല്ല. യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവതീഹി കാമമോഹിതം. പ്രണയബദ്ധരായിരുന്നതിൽ നിന്ന് ക്രൗഞ്ചമിഥുനങ്ങളിലെ ആൺപക്ഷിയെ കൊല്ലുമ്പോൾ പെൺപക്ഷിയുടെ വേദനയെ നീ കാണാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ലോലഹൃദയനായ രാമനെയാണ് യഥാർത്ഥത്തിൽ വാത്മീകി അവതരിപ്പിച്ചത്. തപ്തഹൃദയനായ, തൻ്റെ പ്രജകൾക്ക് വേണ്ടി തൻ്റെ ഭാര്യയെ തന്നെ ഉപേക്ഷിച്ചു പോയ രാമൻ. സേയം ലോകഭയാദ് ബ്രഹ്മൻ ന പ്രാപേദിത്യഭിജാനത പരിത്യക്ത മയാ സീത തദ്ഭവാൻ ക്ഷന്തുമർഹതി എന്ന് പറയുന്നുണ്ട് അവസാനം. ഞാൻ ലോകരെ ഭയന്നുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ അവസാനം കാട്ടിൽ ഉപേക്ഷിച്ചു പോയത്. പരിത്യക്ത മയാ സീത, എൻ്റെ സീത, മയാ സീത, എൻ്റെ സീത. അവൾ പരിത്യക്തയാകുമ്പോൾ അതൊരു കാരണവുമില്ലാതെ പോയിരിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ട്. തത് ഭവാൻ ക്ഷന്തുമർഹതി, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാലും. അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ആരാധനാമൂർത്തിയാക്കി മാറ്റുന്ന ഇന്ത്യയിൽ ഇന്ന് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു പ്രതീകമാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ഇത് തിരിച്ചറിയേണ്ടത് മതവിശ്വാസികളാണ്. ഇത് തിരിച്ചറിയേണ്ടത് രാജ്യത്തെ മതേതര വിശ്വാസികളും കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ നടക്കുന്നത് സത്യത്തിൽ അധാർമികമായ ഒന്നായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് അതത് വിശ്വാസികളും കൂടിയാണ്. ലോകത്തൊരു സ്ഥലത്തും ഒരിടങ്ങളിലും ഒരു ആരാധനാ കേന്ദ്രത്തെയും ബലപ്രയോഗം ചെയ്ത് വാങ്ങേണ്ടതോ നിർമ്മിക്കേണ്ടതോ അല്ലെന്ന ബോധ്യത്തെയാണ് യഥാർത്ഥ മതത്തെ പ്രതിനിധീകരിക്കുക പറയേണ്ടത്. അതാണ് പറയേണ്ടത്. ഇന്ത്യയുടെ മതേതരത്വവും അവിടെ തന്നെയാണ് നിലനിൽക്കേണ്ടത്. അള്ളാഹു നമുക്കൊക്കെ രാജ്യത്ത് ശരിയായ അർത്ഥത്തിൽ സ്നേഹത്തോടെ ജീവിക്കാൻ, സൗഹൃദം കാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പക്വമായി തന്നെ സമീപിക്കുക കാര്യങ്ങളെ. അതോടൊപ്പം നാം എന്തായിരിക്കണമെന്നാണ് ഞാൻ അതിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. നമസ്കരിച്ചും ആത്മാവിനെ ശരിപ്പെടുത്തിയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹമുള്ളവരെ, അസാസിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കുമൊക്കെ സഹായം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ, റഹ്മുറാഹിമീനായ റബ്ബ് അള്ളാഹു എല്ലാവർക്കും എല്ലാ നിലക്കും രണ്ടു ലോകത്തും അള്ളാഹു വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേകം ഒരുപാട് സഹോദരന്മാർ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇറാഖിലായിരുന്നു. എൻ്റെ കൂടെ ഇറാഖ് യാത്രയിൽ പോകുന്ന, എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് അവസാനം ബസ്സിൽ കയറിയിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ബഹുമാനായ ഫൈസൽ ഫൈസി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മറ്റൊന്നും അതിനു മുമ്പ് വരെ, അതാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുകൂടി ഓർക്കണം, തൊട്ട് മുമ്പ് വരെ ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറിയിരുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസതടസ്സമുണ്ടാകുന്നു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പറക്കുന്നു. അത്രയുള്ളൂ മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരം ഇവിടെ ഉണ്ടാകും. നിങ്ങൾ കൂടണമെന്ന് പ്രത്യേകം സഹോദര ബുദ്ധിയ ഉണർത്തുകയാണ്. എറണാകുളം ഫിറോസ് ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യയുടെ മാമയെ ആസ്റ്ററിൽ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗശമനം
അദ്ദേഹത്തിന് ആഫിയത്തും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.